Hello, welcome back to Monolane. I am Rahul Devindran AK, SAP Business On Consultant. കഴിഞ്ഞ വീഡിയോയിൽ സെയിൽസ് പ്രോസസ്സിൽ വരുന്ന പവർഫുൾ ടൂളായ സെയിൽസ് കൊട്ടേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു റിയൽ എക്സാമ്പിൾ വെച്ചുകൊണ്ട് വിശദീകരിച്ചിരുന്നു. അങ്ങനെ ഒരു സെയിൽസ് കൊട്ടേഷൻ നമ്മൾ ഒരു കസ്റ്റമറിന് കൊടുത്തു. ഇപ്പൊ എന്ത് സംഭവിച്ചു? ആ കസ്റ്റമർ ആ ഒരു സെയിൽസ് കൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൈസ്, അതുപോലെ ക്വാണ്ടിറ്റി, പേയ്മെന്റ് ടേംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ കസ്റ്റമർ വൺസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർ സ്വാഭാവികമായിട്ടും ഒരു പർച്ചേസ് ഓർഡർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ആ ഒരു പർച്ചേസ് ഓർഡർ നമ്മൾ SAPയിൽ എൻ്റർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിൽസ് സൈക്കിളിലെ ഒരു ക്രിട്ടിക്കൽ സ്റ്റെപ്പ് ആയിട്ടുള്ള സെയിൽസ് ഓർഡർ ക്രിയേഷൻ ആണ്. ഒരു സെയിൽസ് ഓർഡർ ഒരു റിയൽ എക്സാമ്പിൾ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു സ്ക്രാച്ചിൽ നിന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദെൻ അടുത്തത് സെയിൽസ് കൊട്ടേഷനിൽ നിന്നും നമ്മൾ എങ്ങനെ ഒരു സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. സോ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വാട്ട് ഈസ് എ സെയിൽസ് ഓർഡർ? എന്താണ് ഒരു സെയിൽസ് ഓർഡർ? എ സെയിൽസ് ഓർഡർ ഇൻ SAP Business One is a binding commitment between you and your customer to deliver goods or services at an agreed upon price. So ഒരു കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു ഓഫർ ആണല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു സെയിൽസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നും കൂടെ ഒരു കമ്മിറ്റ്മെന്റ് അവിടെ വരുവാണ്. കസ്റ്റമറിന് നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി കൊടുക്കാം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ്. സോ അതാണ് ഒരു സെയിൽസ് ഓർഡർ ഡോക്യുമെന്റ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ കൊട്ടേഷനും സെയിൽസ് ഓർഡറും തമ്മിലുള്ള വ്യത്യാസം. സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബൈൻഡിങ് ആൻഡ് നോൺ ബൈൻഡിങ്. സെയിൽസ് ഓർഡർ എന്ന് പറയുന്നത് ഒരു ഫേം ഓർഡർ ആണ്, അതൊരു ബൈൻഡിങ് ഡോക്യുമെന്റ് ആണ്. പക്ഷെ കൊട്ടേഷൻ എന്ന് പറഞ്ഞതോ ജസ്റ്റ് ഒരു ഓഫർ ആണ്. ഒരു ഓഫർ മാത്രമായിരിക്കും സെയിൽസ് കൊട്ടേഷൻ, അതിന് വേറെ ഒരു ഇമ്പാക്റ്റും സിസ്റ്റത്തിൽ ഉണ്ടാവുന്നില്ല. ദെൻ അടുത്തതാണ് ഇൻവെന്ററി ഇമ്പാക്റ്റ്. സെയിൽസ് കൊട്ടേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് ഞാൻ വിശദീകരിച്ചിരുന്നു, യാതൊരു ഫൈനാൻസ് ഇമ്പാക്റ്റോ യാതൊരു ഇൻവെന്ററി ഇമ്പാക്റ്റോ സെയിൽസ് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിൽ നടക്കുന്നില്ല. പക്ഷെ സെയിൽസ് ഓർഡർ ആണെങ്കിലോ, സെയിൽസ് ഓർഡർ ആണെങ്കിൽ അവിടെ ഒരു കമ്മിറ്റഡ് സ്റ്റോക്ക് ബുക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഒരു സെയിൽസ് ഓർഡർ ഒരു കസ്റ്റമർ ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻവെന്ററി കമ്മിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അവൈലബിൾ ക്വാണ്ടിറ്റിയിൽ അത് ആഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ അവിടെ ഇൻവെന്ററി ഇമ്പാക്റ്റ് നടക്കുന്നുണ്ട്. ദെൻ ദ ഫൗണ്ടേഷൻ ഫോർ ഫുൾഫിൽമെന്റ്. ഒരു സെയിൽസ് ഓർഡർ എന്ന് പറഞ്ഞത് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സ്റ്റെപ്പിന് ഒരു ഫൗണ്ടേഷൻ ഡോക്യുമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 2 പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്? നമ്മൾ സെയിൽസ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സാധനം ഡെലിവറി ചെയ്യണം. ആ ഒരു ഡെലിവറി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അതിനെ ഒരു ഇൻവോയ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന AR ഇൻവോയ്സും വരുന്ന വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്തതായി നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാമ്പിളിലൂടെ ഈ ഒരു പ്രോസസ്സ് മനസ്സിലാക്കാം. ലെറ്റ്സ് കണ്ടിന്യൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടായിരുന്നു സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തത്. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്ത നമ്മുടെ കമ്പനി ആയിരുന്നു പ്രീമിയം ടെക് സൊല്യൂഷൻ. അതുപോലെ നമ്മൾ സെയിൽസ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന കസ്റ്റമർ ആയിരുന്നു ക്ലൗഡ് ഇന്നോവേഷൻ INC. ഇപ്പൊ എന്താണ്, നമുക്കൊരു ഗ്രേറ്റ് ന്യൂസ് കിട്ടുകയാണ്. ആ കസ്റ്റമർ കയ്യിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓഫർ അവർ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരൊരു പർച്ചേസ് ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട്. സോ പർച്ചേസ് ഓർഡറിൽ എന്തെല്ലാം ഡാറ്റയാണ് അവർ തന്നിരിക്കുന്നത്? 10 ബിസിനസ് ലാപ്ടോപ്പും 5 പ്രൊഫഷണൽ മോണിറ്ററും ആണ് അവർ തന്നിട്ടുള്ളത്. അവിടെയാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത ടാസ്ക് എന്താ? അപ്പോൾ ആ ഒരു സെയിൽസ് പ്രോസസ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസ് ഓർഡർ ഡോക്യുമെന്റ് SAPയിൽ ക്രിയേറ്റ് ചെയ്യണം. സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായും 2 മെത്തേഡുകളാണ് ഉള്ളത്. സോ അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ക്രിയേറ്റിംഗ് ഫ്രം എ സെയിൽസ് കൊട്ടേഷൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഒരു സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്, അതായത് സെയിൽസ് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ എല്ലാ ഐറ്റം ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും കൊടുത്ത കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് വരെ നമ്മൾ അതിൽ എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഒരു സെയിൽസ് കൊട്ടേഷനെ ഡയറക്ട്ലി സെയിൽസ് ഓർഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞത്. സോ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? നമ്മൾ സെയിൽസ് കൊട്ടേഷൻ ഓപ്പൺ ചെയ്യണം ഫസ്റ്റ്. അതിനായിട്ട് സെയിൽസ് AR മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക.
താഴെ ഓപ്പൺ ചെയ്യേണ്ടത് സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെന്റ് ആണ്. കൊട്ടേഷൻ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ആഡ് ന്യൂ റെക്കോർഡ് എന്നുള്ള ഒരു വിൻഡോ ആയിരിക്കും വരിക. സോ നമ്മൾ ഓൾറെഡി ഒരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഫൈൻഡ് ചെയ്യാണ് ഇവിടെ വേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഫൈൻഡ് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൺട്രോൾ F എന്ന് പറഞ്ഞ ഷോർട്ട് കീയും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഡോക്യുമെന്റ് നമ്പർ വെച്ചുകൊണ്ടാണ് ഫൈൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന എല്ലാ യെല്ലോ ഫീൽഡിലും വെച്ചുകൊണ്ട് ഓൾഡ് റെക്കോർഡ്, നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡ് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഡോക്യുമെന്റ് നമ്പർ ഇവിടെ കൊടുക്കുന്നു, ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി എന്തായി, നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെന്റ് ഇവിടെ ഓപ്പൺ ആയി. അടുത്തത് ഈ ഒരു കൊട്ടേഷനെ സെയിൽസ് ഓർഡർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ താഴെ കോപ്പി ടു എന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾക്ക് കാണാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഡോക്യുമെന്റിലോട്ട് നമ്മൾ ഈ സെയിൽസ് കൊട്ടേഷനെ കൺവേർട്ട് ചെയ്യണം എന്ന് ചോദിക്കും. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സെയിൽസ് ഓർഡർ ആയതുകൊണ്ട് സെയിൽസ് ഓർഡർ ഡോക്യുമെന്റ് ഞാൻ ചൂസ് ചെയ്യാണ്. സെയിൽസ് ഓർഡർ ഡോക്യുമെന്റ് ചൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൊട്ടേഷനിൽ എൻ്റർ ചെയ്തിരിക്കുന്ന അതേ ഡാറ്റ സെയിൽസ് ഓർഡർ ഡോക്യുമെന്റിലോട്ട് ഫിൽ ആവുകയാണ് ചെയ്യുന്നത്. യാതൊരു മാനുവൽ വർക്കും നമ്മൾ ചെയ്യുന്നില്ല. ഒരു ഡാറ്റ എൻട്രി പോലും, അതായത് അഡീഷണൽ ആയിട്ട് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാനോ ഐറ്റം ചൂസ് ചെയ്യാനോ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. കൊട്ടേഷനിലെ എന്തെല്ലാം ഡാറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഡാറ്റ ഓട്ടോമാറ്റിക്കലി സെയിൽസ് ഓർഡറിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇൻവെന്ററി കമ്മിറ്റ്മെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ. സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ക്വാണ്ടിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്. സോ ഈ ഒരു സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തതിന് മുമ്പായിട്ട് ഐറ്റത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. അതിനു വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ബിസിനസ് ലാപ്ടോപ്പിന്റെ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു മാസ്റ്റർ ഡാറ്റയിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റിലോട്ടോ ഉള്ള ഹൈപ്പർ ലിങ്ക് ആയിട്ടാണ്. സോ ഞാൻ ആ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഐറ്റം മാസ്റ്റർ ഡാറ്റ ഡോക്യുമെന്റ് ഓപ്പൺ ആയി വന്നു. ഇതിൽ പല ടാബുകൾ നിങ്ങൾക്ക് കാണാം. ഇത് ഓൾറെഡി നമ്മൾ ഐറ്റം മാസ്റ്റർ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേജിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ ഇൻവെന്ററി ഡാറ്റ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം അവൈലബിൾ ആയിട്ടുള്ള വെയർഹൗസ് ഡീറ്റെയിൽസും അതിന്റെ ഇൻവെന്ററി അവൈലബിലിറ്റിയും. ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ ഒരു ഐറ്റത്തിന് ടോട്ടൽ 100 ക്വാണ്ടിറ്റി ആണ് ഓൺ സ്റ്റോക്ക് ഉള്ളത്. പക്ഷെ ഇവിടെ കമ്മിറ്റഡ് ആയിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല. കാരണം നമ്മൾ സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇതുവരെ കമ്മിറ്റഡ് ആയിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ഐറ്റം മാസ്റ്ററിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. സെയിൽസ് ഓർഡറിൽ ഞാൻ എല്ലാ ഡാറ്റയും വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഡെലിവറി ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. ഡെലിവറി ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ബേസ് ചെയ്തുകൊണ്ട് ഓരോ ദിവസത്തെയും ഡെലിവറി നമുക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. അത് റിലേറ്റഡ് ആയിട്ട് റിപ്പോർട്ടുകളും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയും ഡാറ്റ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ താഴെ വന്നുകൊണ്ട് ആഡ് ആൻഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ആൻഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ആയി. ഇനി ഈ ഒരു സെയിൽസ് ഓർഡറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റത്തിന് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. സെയിം ഞാൻ ആ ആരോ ക്ലിക്ക് ചെയ്യാണ്. ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഐറ്റം മാസ്റ്റർ ഡാറ്റ ഓപ്പൺ ആയിട്ട് വന്നു. ഇൻവെന്ററി ഡാറ്റ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കണ്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി ഇവിടെ കമ്മിറ്റഡ് ആയിട്ട് വന്നു. ഓൺ സ്റ്റോക്ക് ക്വാണ്ടിറ്റി 100 ഉണ്ട്. അതിൽ നിന്നും 10 ക്വാണ്ടിറ്റി ഓൾറെഡി സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കമ്മിറ്റഡ് ക്വാണ്ടിറ്റി ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ അവൈലബിൾ ക്വാണ്ടിറ്റി എത്രയാണ്? 100 - 10 = 90. ഇത്രയാണ് കമ്പിൾ ആയിട്ട് നമ്മുടെ സ്റ്റോക്കിൽ സിസ്റ്റം കാണിക്കുന്നത്. സെയിൽസ് കൊട്ടേഷനും സെയിൽസ് ഓർഡറും തമ്മിലുള്ള ഇൻവെന്ററി ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെയിൽസ് കൊട്ടേഷന് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെയിൽസ് കൊട്ടേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് റിലേഷൻഷിപ്പ് മാപ്പ് എന്ന് പറയുന്നത്. എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴത്തെ ഈ ഒരു റിലേഷൻഷിപ്പ് മാപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഒരു ഡോക്യുമെന്റുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമുക്കിവിടെ ഡിസ്പ്ലേ ആവും. ഇവിടെ കണ്ടോ, സെയിൽസ് കൊട്ടേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തു. സെയിൽസ് കൊട്ടേഷൻ ഞാൻ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എനിക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ ഓട്ടോമാറ്റിക്കലി എന്തായി, ആ ഒരു സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെന്റ് ഓപ്പൺ ആയി വന്നു. ഇവിടെ കണ്ടോ, ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ക്വാണ്ടിറ്റി സെയിൽസ് ഓർഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെന്റ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അഗെയിൻ ഇത് ഓപ്പൺ ആയിട്ട് കാണിക്കത്തില്ല. ഓക്കെ, ഇപ്പോൾ ഒരു മെത്തേഡാണ് റിലേഷൻഷിപ്പ് മാപ്പ് എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത മെത്തേഡാണ് ഇവിടെ ബേസ് ഡോക്യുമെന്റ് എന്നും ടാർഗറ്റ് ഡോക്യുമെന്റ് എന്നും നിങ്ങൾക്ക് കാണാം. ബേസ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെയിൽസ് ഓർഡർ ഡോക്യുമെന്റ് ഏത് ഡോക്യുമെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് സിമ്പിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ടാർഗറ്റ് ഡോക്യുമെന്റ് ആണെങ്കിലോ സെയിൽസ് ഓർഡറിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ടാർഗറ്റ് ഡോക്യുമെന്റ്, ഡെലിവറിയോ അല്ലെങ്കിൽ ഇൻവോയ്സോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. തീർച്ചയായിട്ടും എല്ലാ കസ്റ്റമേഴ്സും കൊട്ടേഷൻ കളക്ട് ചെയ്യണമെന്നില്ല. പല കസ്റ്റമേഴ്സും ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. സോ അങ്ങനത്തെ കേസിൽ ഒരു കൊട്ടേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു സെയിൽസ് ഓർഡർ ഡയറക്റ്റ് ആയിട്ടാണ്. അതാണ് രണ്ടാമത്തെ മെത്തേഡ്, ക്രിയേറ്റിംഗ് എ സെയിൽസ് ഓർഡർ ഫ്രം സ്ക്രാച്ച്. അതിനു വേണ്ടിയിട്ട് സെയിൽസ് ഓർഡർ ഡോക്യുമെന്റ് നമ്മൾ ഓപ്പൺ ചെയ്യണം. സെയിം മൊഡ്യൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, സെയിൽസ് AR. അതിനടിയിൽ കാണാം കൊട്ടേഷന് താഴെയായിട്ട് സെയിൽസ് ഓർഡർ ഡോക്യുമെന്റ്. ആ ഒരു ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആഡ് മോഡിലായിരിക്കും വരുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമറെ ചൂസ് ചെയ്യണം. സോ നമ്മുടെ കസ്റ്റമർ ക്ലൗഡ് ഇന്നോവേഷൻ INC, ഞാൻ ഈ ലിസ്റ്റിൽ നിന്ന് ചൂസ് ചെയ്യാണ്. കൊട്ടേഷനിൽ നമ്മൾക്ക് ഡാറ്റ കിട്ടിയ പോലെ തന്നെ കസ്റ്റമർ ചൂസ് ചെയ്യുന്ന സമയത്ത് സെയിൽസ് ഓർഡറിലും അത് ആ കസ്റ്റമറിന്റെ മാസ്റ്ററിൽ ഫിൽ ചെയ്തിരിക്കുന്ന കോണ്ടാക്ട് പേഴ്സൺ, പേയ്മെന്റ് ടേംസ്, അഡ്രസ് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഫിൽ ആവുന്നതാണ്. അതിനുശേഷം ഞാൻ സെയിൽസ് ഓർഡർ ബുക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റ്, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡെലിവറി ഡേറ്റ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യാണ്. ഡോക്യുമെന്റ് ഡേറ്റ് അവരുടെ PO ഡേറ്റ് ആണ് എൻ്റർ ചെയ്യുന്നത്. സെയിം ടൈം ഇവിടെ കസ്റ്റമർ റെഫറൻസ് നമ്പർ നിങ്ങൾക്ക് കാണാം. കസ്റ്റമർ റെഫറൻസ് നമ്പറിന്റെ അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന പർച്ചേസ് ഓർഡറിന്റെ ഡോക്യുമെന്റ് നമ്പർ എൻ്റർ ചെയ്യാവുന്നതാണ്. സോ ഇത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിപ്പോർട്ടിംഗ് പർപ്പസിന് യൂസ് ചെയ്യാം. ഇത്രയും ഡാറ്റ ഹെഡറിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഐറ്റം ആഡ് ചെയ്യണം. ഞാൻ മാനുവലിയാണ് ഇവിടെ ഐറ്റം ആഡ് ചെയ്യുന്നത്. സെയിം ഐറ്റംസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാണ്. ബിസിനസ് ലാപ്ടോപ്പ് 10 ക്വാണ്ടിറ്റി. സോ യൂണിറ്റ് പ്രൈസ് എല്ലാം ഓട്ടോമാറ്റിക്കലി വന്നു, ടാക്സ് കോഡ് ഓട്ടോമാറ്റിക്കലി വന്നു, ലൈൻ ടോട്ടൽ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ആയിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ ഐറ്റം മോണിറ്റർ ക്വാണ്ടിറ്റി ഞാൻ ഫില്ല് ചെയ്യുന്നു. യൂണിറ്റ് പ്രൈസ് വന്നിട്ടുണ്ട്, ടോട്ടലും എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി ഫില്ലായി. സോ താഴെ നമുക്ക് കാണാം റിസീവ് ചെയ്തിരിക്കുന്ന പർച്ചേസ് ഓർഡർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂവിൻ്റെ ടോട്ടൽ, ബിഫോർ ടാക്സ് എമൗണ്ട്, ടാക്സ് എമൗണ്ട്, ആഫ്റ്റർ ടാക്സ് എമൗണ്ട്, എല്ലാ ഡീറ്റെയിലും നമുക്കിവിടെ കാണാൻ സാധിക്കും. അഡീഷണലി നമുക്ക് എന്തെങ്കിലും റിമാർക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിമാർക്ക് കോളം യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ആഡ് എ ന്യൂ ബട്ടൺ യൂസ് ചെയ്യാം. ആഡ് എ ന്യൂ ബട്ടൺ പരിചയപ്പെടുത്തുന്നതോടൊപ്പം ഇവിടെ തന്നെ പുതിയ വേർഷനിലെല്ലാം മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആഡ് എ ന്യൂന് പകരം ആഡ് ആൻ വ്യൂ നമുക്ക് യൂസ് ചെയ്യാം. ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ സേവ് ചെയ്ത റെക്കോർഡിൽ തന്നെ ആ ഒരു വിൻഡോ നിൽക്കുന്നതാണ്. ദെൻ ആഡ് ആൻഡ് ക്ലോസ് യൂസ് ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്ത ഉടനെ നമ്മുടെ ഈ സെയിൽസ് ഓർഡർ ഡോക്യുമെന്റ് ക്ലോസ് ആയി പോകുന്നതാണ്. ചേഞ്ചിന് വേണ്ടിയിട്ട് ഇവിടെ ആഡ് ആൻഡ് വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, ഡോക്യുമെന്റ് സേവ് ആയി, പക്ഷെ നമ്മൾ സേവ് ചെയ്ത ഡാറ്റ തന്നെ ഇവിടെ ഓപ്പൺ ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് വെയർ ഹൗസിലോട്ട് സെയിൽസ് ഓർഡറിന്റെ ഡാറ്റ നമുക്ക് കൊടുക്കാവുന്നതാണ്. സാധനങ്ങൾ പിക്ക് ചെയ്യാനോ അവർക്ക് സാധനങ്ങൾ എടുക്കാനോ ഈ ഒരു സെയിൽസ് ഓർഡറിന്റെ പ്രിന്റ് ലേഔട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ കസ്റ്റമറിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പർച്ചേസ് ഓർഡർ പ്രകാരം നമ്മുടെ സിസ്റ്റത്തിൽ സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. വൺസ് സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ്?
ഈ ഒരു സെയിൽസ് ഓർഡർ ഡോക്യുമെന്റ് പ്രകാരം വെയർഹൗസ് ടീം അവരുടെ FG സ്റ്റോറിൽ നിന്നും കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഐറ്റംസ് പിക്ക് ചെയ്യുകയാണ്. പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഡെലിവറി ഡോക്യുമെന്റ്. ഡെലിവറി ഡോക്യുമെന്റിന് ശേഷം AR ഇൻവോയ്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെയിൽസ് ഇൻവോയ്സ് ഡോക്യുമെന്റും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അടുത്ത 2 വീഡിയോകളിലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഡെലിവറി ഡോക്യുമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, AR ഇൻവോയ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക.